നമുക്കിന്ന് ശാലാക്യ തന്ത്രത്തിലെ നേത്ര ആൻഡ് ചക്ഷു സ്വാസ്ഥ്യ ഹിതകര ദിനചര്യ ഋതുചര്യ ആഹാര ആൻഡ് വിഹാരം എന്ന ടോപ്പിക്കാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ശാലാക്യ തന്ത്ര പേപ്പർ 1 പോർഷനാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് 3 മാർക്കിനും 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പഥ്യ ഇൻ നേത്ര രോഗാസ് എന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നേത്ര സ്വസ്ഥികരമായിട്ടുള്ള ദിനചര്യ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ ടോപ്പിക്സ് ഹെഡിങ്സുമായിട്ടൊക്കെ ചോദിക്കാം. ഇപ്പോൾ ദിനചര്യ എന്നോ ഋതുചര്യ എന്നോ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ജനറലി പഥ്യ ഇൻ നേത്രരോഗ എന്നും ചോദിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ ഈ രീതിയിൽ ആൻസർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന നോട്ട്സ് പോലെയാണ് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അല്ല ഏറ്റവും ആദ്യം നമുക്ക് പഥ്യം. എന്താണ് പഥ്യം എന്ന് പറയുന്നത്? ഓക്കെ, പഥ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നമുക്ക് ഇഷ്ടപ്പെട്ടത്, ഓക്കെ, നമുക്ക് ഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കും പഥ്യം എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടതെന്നല്ല, നമുക്ക് ഹിതമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ശരിക്കും പഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. മനഃശരീര അനുപഘാതി പഥ്യം, ദാറ്റ് വിച്ച് ഈസ് ബെനിഫിഷ്യൽ ഫോർ ബോത്ത് മൈൻഡ് ആൻഡ് ബോഡി ഈസ് ടേംഡ് ആസ് പഥ്യ. ഓക്കെ, അപ്പോൾ നമുക്ക് മൈൻഡിനും അതുപോലെ തന്നെ നമുക്ക് ബോഡിക്കും, ഓക്കെ, രണ്ടിനും കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു എന്തായിരുന്നു സാധനത്തിനാണ് പഥ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് വിച്ച് ഇസ് ബെനിഫിഷ്യൽ. അപ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരേപോലെ ബെനിഫിഷ്യൽ ആവുന്ന ആ ഒരു എൻറ്റൈറ്റിനെയാണ് നമുക്ക് ശരിക്കും പഥ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അപ്പോൾ അപഥ്യം എന്ന് പറയുന്നത്? യച്ച അപ്രിയം അപഥ്യം. ഓക്കെ, ദാറ്റ് വിച്ച് ഇസ് നോട്ട് കൺഡ്യൂസീവ് ടു മൈൻഡ് ഇസ് ടേംഡ് ആസ് അപഥ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് മൈൻഡ് ഒട്ടും കൊള്ളില്ലാത്തത്, അപ്പോൾ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്തതും അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ഒട്ടും കൊള്ളില്ലാത്തുള്ള രീതിയിലും കൂടി എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മൈൻഡ് എന്നുള്ള രീതിയും അതുപോലെ തന്നെ നമുക്ക് ബോഡി എന്ന സെൻസും കൂടി ആ ഒരു രീതിയും കൂടി എടുക്കാം. ബോഡിക്കും കൂടി ഗുണമല്ലാത്ത എന്താണോ അതിനാണ് അപഥ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചരകം സൂത്രം 25th ചാപ്റ്ററിലാണ് പറയുന്നത്. പഥ്യത്തിൻ്റെ ഡെഫിനേഷൻ നമുക്ക് ചക്രപാണി ടീക്കയിലാണ് കാണുന്നത്. ഓക്കെ, ഇനി നമുക്കടുത്ത പഥ്യം നമുക്ക് മെയിൻലി 2 ടൈപ്സ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വസ്ഥനും ആതുരനും വേണ്ടിയിട്ടാണ് പഥ്യം പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാസ്ഥ്യ രക്ഷണം, അതായത് ആ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലായിട്ടാണ് നമുക്ക് ഇവിടെ നമുക്ക് സ്വസ്ഥന പഥ്യം പറയുന്നത്. ഇനി ആതുരൻ്റെ കേസിൽ ഇപ്പോൾ ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ നമുക്ക് വ്യാധി പ്രശമനം, അപ്പോൾ അയാളുടെ ആ ഒരു ഡിസീസ് നമുക്ക് കുറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കൂടുതലൊരു ക്യൂറേറ്റീവ് ആസ്പെക്റ്റിലെ രീതിയിലാണ് നമുക്കിവിടെ ആതുരൻ്റെ കേസിൽ പറഞ്ഞിരിക്കുന്നത് വ്യാധി പ്രശമനം എന്ന്. ഓക്കെ, അപ്പോൾ പഥ്യം 2 ടൈപ്സ് ആണ് പറയുന്നത്. സ്വസ്ഥനും സ്വാസ്ഥ്യ രക്ഷണത്തിനായിട്ട്, ആതുരന് വ്യാധി പ്രശമനത്തിനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് നമുക്ക് ചക്ഷു സ്വാസ്ഥ്യകര ദിനചര്യ. അപ്പോൾ എന്തൊക്കെ ദിനചര്യകളാണ് നമുക്ക് ചക്ഷു സ്വാസ്ഥ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് വെച്ചാൽ ദിനചര്യയുടെ ഡെഫിനേഷനാണ്. ദിനചര്യ, അതായത് നമുക്ക് ഡെയിലി നമുക്ക് ചെയ്യുന്ന റെഷിമെൻസിനാണ് ദിനചര്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ടോപ്പിക്, ഒരു ഹെഡിങ് പോലെ നിങ്ങൾ എഴുതി വെച്ചേക്കാം. ഓക്കെ, ഇനി എന്തൊക്കെ ദിനചര്യകളാണ് നമുക്ക് ചക്ഷു സ്വാസ്ഥ്യത്തിലേക്ക് ലീഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നേത്ര പ്രക്ഷാളനം എന്ന് പറയുമ്പോൾ എന്താണ്? വാഷിംഗ് ആണ്. ഓക്കെ, നേത്ര പ്രക്ഷാളനം എന്ന് പറയുമ്പോൾ നമുക്ക് ഐ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഐ ക്ലെൻസ് ചെയ്യുക എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ അതിൽ നേത്ര പ്രക്ഷാളന എന്നൊരു ഇത് പറയുന്നത് നമുക്ക് മെയിൻലി സുശ്രുതാചാര്യനാണ്. ഓക്കെ, ആചാര്യ സുശ്രുത റെക്കമെൻഡ്സ് സ്റ്റാർട്ടിങ് ദ ഡേ വിത്ത് നേത്ര പ്രക്ഷാളനം. ഓക്കെ, അപ്പോൾ സുശ്രുതാചാര്യൻ നേത്ര പ്രക്ഷാളനം വെച്ചിട്ടാണ് നമുക്കൊരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് നേത്ര പ്രക്ഷാളനത്തിനായിട്ട് എന്തൊക്കെ ദ്രവ്യങ്ങളാണ് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ശീത കഷായ ഓഫ് ലോദ്ര ഓർ ആമലകി. ലോദ്ര എന്ന് പറയുമ്പോൾ പാച്ചൂറ്റി തൊക്ക്, അതുപോലെ തന്നെ നമുക്ക് ആമലകി എന്ന് പറയുമ്പോൾ നെല്ലിക്ക. അപ്പോൾ അതിൻ്റെ നമുക്കൊരു ശീതമായിട്ടുള്ള കഷായം യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഹെൽപ്സ് ഇൻ ക്ലെൻസിങ് ഓഫ് ദ ഐസ് ബൈ എലിമിനേറ്റിംഗ് ദ ഡസ്റ്റ് ആൻഡ് ഫോറിൻ മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ കണ്ണിലുള്ള മറ്റു പൊടി അഴുക്കുകൾ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നേത്ര പ്രക്ഷാളനം കൊണ്ട് പോകുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഒരു ദിനചര്യ പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് അഞ്ജനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അഞ്ജനത്തിൻ്റെ ബെനിഫിറ്റ് നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് സൗവീരഞ്ജനം നിത്യം എന്നൊക്കെയാണ് വളരെ ശ്ലോകം നിങ്ങൾ ഓർക്കുന്നില്ലേ. ഓക്കെ, അപ്പോൾ അതിൽ സൗവീരഞ്ജനം നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നത് നമുക്ക് നല്ല ചക്ഷുഷ്യമാണ്, ചക്ഷുവിന് നല്ല ഹിതമായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ രസാഞ്ജനത്തിനെ പറ്റിയും ആചാര്യൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ രസാഞ്ജനം നമുക്ക് ഓരോ 5 അല്ലെങ്കിൽ 7 ദിവസം, 5ാമത്തെ 7ാമത്തെ ദിവസം കൂടുന്നതോറും നമുക്ക് രസാഞ്ജനം യൂസ് ചെയ്യാം. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ കഫദോഷം, ഇപ്പോൾ കണ്ണിലുള്ള ഒരു കഫദോഷത്തെ കളയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി രസാഞ്ജനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അഞ്ജനത്തിനെ പറ്റി പറയുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി നമുക്ക് സൗവീരഞ്ജനം യൂസ് ചെയ്യാം. ഇനി നമുക്ക് 5th അല്ലെങ്കിൽ 7th ഡേ ആകുമ്പോഴത്തേക്ക് നമുക്ക് രസാഞ്ജനം യൂസ് ചെയ്ത് കഫദോഷത്തെ കണ്ണിന് കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു അഞ്ജനത്തിൻ്റെ ഒരു ഉപയോഗം ഓർത്തിരിക്കുക. അടുത്ത നമുക്ക് നസ്യമാണ്. ഓക്കെ, അപ്പോൾ നസ്യം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ എന്താ പറയുക, നസ്യം എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഊർജ്ജചതുരമായ വികാരത്തിനാണ് നസ്യം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നാസ മാർഗ്ഗേണ നമ്മൾ പ്രയോഗിക്കുന്നതുകൊണ്ടാണ് നസ്യം എന്നൊരു ടേം വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നാസ അല്ലെങ്കിൽ നോസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരുന്നു, നമ്മുടെ ശിരസിൻ്റെ ഒരു ഗേറ്റ് വേ അല്ലെങ്കിൽ ഒരു എൻട്രൻസ് ആണ് ശരിക്കും നാസ എന്ന് പറയുന്നത്. ശിരസിലേക്കുള്ളൊരു പാതയാണ് ശരിക്കും നാസ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നസ്യകർമ്മത്തിൽ നമുക്ക് മെഡിസിൻ എന്താ പറയുക, മൂക്കിൽ കൂടെയാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ശൃംഗാടക മർമ്മമുണ്ട്. ഓക്കെ, അപ്പോൾ ശൃംഗാടക മർമ്മത്തിൽ ചെന്നെത്തിയിട്ട്
നമുക്ക് എല്ലാ ഇന്ദ്രിയങ്ങളെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ എല്ലാ ഇന്ദ്രിയം എന്ന് വെച്ചപ്പോൾ നമുക്ക് നേത്രവും ഇൻക്ലൂഡ് ആണല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് നേത്രത്തിന് നറിഷ്മെന്റ് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, ബൈ മീൻസ് ഓഫ് നസി കർമ്മ ശൃംഗാടക മർമ്മ ഗെറ്റ് സ്റ്റിമുലേറ്റഡ് ആൻഡ് ഹെൻസ് ഓൾ ദ ഇന്ദ്രിയാസ് ഇൻക്ലൂഡിംഗ് ദ നേത്ര ഗെറ്റ് നറിഷ്ഡ്. ഓക്കെ, അപ്പോൾ അതൊരു ബെനിഫിറ്റ് ആണ്, നസ്യത്തിന് ഒരു ബെനിഫിറ്റ് ആണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് നസ്യത്തിന് യൂസ് ചെയ്യുന്ന ദ്രവ്യം എന്ന് വെച്ചാൽ കോമൺലി നമ്മൾ അണുതൈലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വർഷമായിട്ടും പ്രതിവർഷമായിട്ടും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നസ്യത്തിനെ പറ്റി പറയുന്നത്. അപ്പം നസ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഊർജ്ജചിത്ര വികാരങ്ങൾക്കാണ് നമ്മൾ എസ്പെഷ്യലി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാസ എന്ന് പറയുമ്പോൾ നമുക്ക് ശിരസിൻ്റെ ഒരു ഗേറ്റ് വേ ആണ്. ഓക്കെ, ഒരു പാതയാണ് ഓക്കെ ശിരസിലേക്കുള്ളത്. ഓക്കെ, ബൈ മീൻസ് ഓഫ് നസ്യ കർമ്മ ശൃംഗാടക മർമ്മ ഗെറ്റ് സ്റ്റിമുലേറ്റഡ് ആൻഡ് ഹെൻസ് ഓൾ ഇന്ദ്രിയാസ് ഇൻക്ലൂഡിംഗ് നേത്ര ഗെറ്റ് നറിഷ്ഡ്. ഓക്കെ, നസ്യത്തിൻ്റെ ദ്രവ്യം ഏതാ ചോദിച്ചാൽ നമ്മൾ അണുതൈലമാണ് കോമൺലി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് വെച്ചാൽ നമുക്ക് ശിരോ അഭിംഗമാണ്. ഓക്കെ, അപ്പോൾ ശിരോ അഭിംഗം എന്ന് പറയുമ്പോൾ ഇറ്റ് സെറ്റ് ടു ഹാവ് ദ ഫംഗ്ഷൻ ഓഫ് ദൃഷ്ടിപ്രസാദനം. ഓക്കെ, അപ്പോൾ നമുക്ക് ദൃഷ്ടിപ്രസാദനം എന്ന ഫംഗ്ഷൻ നമുക്ക് ശിരോ അഭിംഗം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെഡ് മസാജ്, അപ്പോൾ നമുക്ക് ശിരസിൽ നമുക്ക് തൈലം അപ്ലൈ ചെയ്യുന്നതിനാണ് ശിരോ അഭിംഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ദൃഷ്ടിപ്രസാദനം എന്നൊരു ഫംഗ്ഷൻ കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പാദാഭ്യംഗം. പാദാഭ്യംഗം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതായത് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇൻ ദ സെന്റർ ഓഫ് പാദ ആർ സിറ്റുവേറ്റഡ് 2 സിരാസ് വിച്ച് ആർ ഗ്രേറ്റ്ലി കണക്റ്റഡ് ടു ദി ഐസ്. ദീസ് ട്രാൻസ്മിറ്റ് ദ എഫക്ട് ഓഫ് മെഡിസിൻസ് applied over the pada in the form of abhinga, leba, extra to the eyes. അതായത് നമ്മുടെ പാദത്തിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് നമുക്ക് രണ്ട് പാദങ്ങളുടെ മിഡിൽ പോർഷനായിട്ട് ഒരു സിരയുണ്ട്. ഓക്കെ, 2 സിരകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സിര എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഐസ്, നമ്മുടെ ചക്ഷുസായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് പാദത്തിൽ അപ്ലൈ ചെയ്യും, ഇപ്പോൾ നമുക്ക് അഭിംഗമാട്ടോ ലേപമാട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിസിൻസ് നമുക്ക് പാദത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഈ സിരകൾ വഴിയാണ് നമുക്ക് ഐസിലേക്ക് കൺവേഡ് ആവുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ചക്ഷുവിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, പാദാഭ്യംഗം വഴി അങ്ങനെ നമുക്ക് ചക്ഷുവിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം പാദാഭ്യംഗത്തിനെ പറ്റിയിട്ട്. ഇനി അതുപോലെ തന്നെ പാദപ്രക്ഷാളനം എന്ന് പറയുമ്പോൾ നമുക്ക് ഫീറ്റ് വാഷിംഗ്, ജസ്റ്റ് കാല് കഴുകുക, അതും ചക്ഷുഷ്യമാണ് സുശ്രം ചികിത്സയിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ധൂമപാനം. അപ്പോൾ ധൂമപാനം നമുക്ക് ഈ പറഞ്ഞ ഊർജ്ജചിത്രഗതമായ വികാരത്തിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്ട്രെങ്തൻ ദ സെൻസ് ഓർഗൻസ് ആൻഡ് ഹെൽപ്സ് ഇൻ ബെറ്റർ വിഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസിനെയും അതുപോലെ തന്നെ സെൻസ് ഓർഗൻസിനെ സ്ട്രെങ്തൻ ചെയ്യുകയും അതുപോലെ തന്നെ നമുക്കൊരു നല്ല വിഷൻ, ബെറ്റർ വിഷൻ നമുക്ക് നൽകുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഏത് ധൂമപാനം. ഓക്കെ, ഇനി അടുത്ത പറയാച്ച നമുക്ക് മുഖാലേപം, പാദത്രധാരണം, കവലഗ്രഹം, ഗഡൂഷ ആർ ഓൾസോ ബെനിഫിഷ്യൽ ഫോർ ഐസ്. അപ്പോൾ നമുക്ക് മുഖാലേപം എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോൾ നമുക്ക് മുഖത്ത് നമുക്ക് ഔഷധ ദ്രവ്യങ്ങൾ പേസ്റ്റ് പോലെ ആക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് മുഖാലേപം എന്ന് പറഞ്ഞാൽ. അത് 3 ടൈപ്സ് വരുന്നുണ്ട്, ദോഷ, വിഷഹ, വർണ്ണികര എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, പിന്നീട് നിങ്ങൾ പഠിച്ചോളും. ഓക്കെ, പിന്നത്തെ ടോപ്പിക്കിൽ. ഓക്കെ, അപ്പോൾ ആ മുഖാലേപം ചെയ്യുന്നതും പിന്നെ പാദത്രധാരണം എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ചപ്പൽ ധരിക്കുക. ഓക്കെ, ഫുട്വെയർ. ഓക്കെ, അത് ധരിക്കുക, അതും പിന്നെ കവളഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്ക് വായിൽ മെഡിക്കേറ്റഡ് ആ ഒരു ദ്രവ്യങ്ങളൊക്കെ ഉള്ള. ഓക്കെ, പിന്നെ ഗണ്ടൂഷം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് ചക്ഷുസിന് നല്ല സ്വാസ്ഥ്യമാണ് അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ഫോർ ഐസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ദിനചര്യ ഫോർ ചക്ഷു സ്വാസ്ഥ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ദിനചര്യ എന്ന് ഒരു എടുത്ത് ചോദിക്കുവാണെങ്കിൽ എന്തൊക്കെ ദിനചര്യകളാണ് ചക്ഷു സ്വാസ്ഥ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് ചോദിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്യുക, ദിനചര്യ എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഈ പറഞ്ഞ ഓരോ പോയിന്റ്സ്, ഇപ്പോൾ നേത്രപ്രക്ഷാളനമായാലും അഞ്ജനം, നസ്യം, പിന്നെ ശിരോ അഭിംഗം, പാദാഭ്യംഗം, പിന്നെ അതുപോലെ തന്നെ പാദപ്രക്ഷാളനം, ധൂമപാനം, പിന്നെ മുഖാലേപം, പാദത്രധാരണം, കവളഗ്രഹം, ഗണ്ടൂഷം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ജസ്റ്റ് മെൻഷൻ ചെയ്തേക്കാം.